എന്തൊക്കെയാണ് ഓരോ സമ്മേളനവും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഈ സമ്മേളന ദിവസങ്ങളിലുടനീളം നമ്മൾ കണ്ട ഓരോ കാഴ്ചകളും മറുപടിയാണ്. വർത്തമാനകാലത്തോട് സംവദിക്കുന്നുണ്ട്, ചരിത്രത്തോട് സംവദിക്കുന്നുണ്ട്, ഭാവിയോട് കലഹിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലകളിലും സമസ്ത മേഖലകളിലും ഇടപെടൽ നടത്തി CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഇതാ പൂർത്തിയാകുമ്പോൾ ഈ സമ്മേളനകാലം ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന മറ്റൊന്നുകൂടിയുണ്ട്. അത് ഈ പാർട്ടിയോട് വിട്ടുപറഞ്ഞ ഈ പാർട്ടിയോട് വിട്ടുപിരിഞ്ഞ ഏറ്റവും ധീരരായ രക്തസാക്ഷികളെ കൂടിയാണ്. അങ്ങനെ സീതാറാമും കോടിയേരിയും ഇല്ലാത്ത ആദ്യത്തെ സമ്മേളനം എന്നതുകൂടിയുണ്ട്. ഈ സമ്മേളനത്തിന് അല്പം മുമ്പ് ഗോവിന്ദൻ മാസ്റ്റർ അടക്കം സംസാരിക്കുമ്പോൾ ആ വേദന ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടിയുണ്ട്. ത്രിപനിലേക്ക് പോകുന്നു വീണ്ടും. ത്രിപൻ, ഒരു രക്തസാക്ഷി അല്ലെങ്കിൽ ഒരു വിപ്ലവകാരി മരിക്കുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഓരോ സമ്മേളനകാലവും ഈ നിലയിൽ വിട്ടുപിരിഞ്ഞ ആളുകളെ കൂടി ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ്. അവരുടെ ഓരോ ആവേശവും അവരുടെ ഊർജ്ജവും ഏത് നിലയിൽ ഈ പാർട്ടിക്ക് കരുത്തേകുന്നുണ്ട് എന്നതിന്റെ ഉത്തരം ഇതാ ത്രിപൻ നമ്മുടെ മുന്നിലുള്ള ഈ കാഴ്ചകൾ കൂടിയാണ്. തീർച്ചയായും അസിത, വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയാലും അവർ അവശേഷിച്ച പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഭാവി തലമുറ ഏറ്റെടുക്കുന്നത്. അതാണ് അസിത പറഞ്ഞത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആവേശവും വിതറിക്കൊണ്ടാണ് ഒരു സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ എല്ലാ ആർജവത്തോടെയും എല്ലാ ആവേശത്തോടെയും കൂടിയാണ് കൊല്ലത്ത് ഒരു പൊതുപ്രകടനം നടക്കുന്നത്. റെഡ് വോളണ്ടിയർ മാർച്ച്, ചുവപ്പ് സേനയുടെ മാർച്ച് 166 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും 3 പ്ലറ്റൂണുകൾ കൃത്യമായി പരിശീലനം പൂർത്തിയാക്കിയിട്ടാണ് ചുവപ്പ് സേനയുടെ മാർച്ച്. കൊല്ലം നഗരം ഒരു ചെങ്കടലായി മാറിയിരിക്കുന്നു. ആ കൊല്ലം നഗരത്തിലേക്ക് ഒരു ചുവപ്പ് നദി ഒഴുകി വരികയാണ്. അതിന് തുല്യമായ കാഴ്ചകൾ നേരത്തെ അസിത പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾ അവരുടെ ഭാവി തലമുറയുടെ പ്രതീക്ഷ, കേരളത്തിൻ്റെ പ്രതീക്ഷയാണ്. അവർ പതാക കൈകളിലേന്തി ഒപ്പം തന്നെ ആ സ്ഥലത്തെ പ്ലട്ടൂണുകൾ അവരുടെ ഏത് പ്രദേശത്തെയാണോ അതിൻ്റെ പ്ലക്കാർഡ് പിടിച്ച് മുൻപിൽ നിന്ന് അണിനിരന്ന് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നത്? അതൊരു വികാരമാണ്. ആ വികാരത്തിൻ്റെ അലതല്ലൽ ഇപ്പോൾ കൊല്ലം നഗരത്തിൽ കാണാൻ കഴിയും. 2 പ്രദേശങ്ങളിൽ നിന്നാണ് ചുവപ്പ് സേനയുടെ മാർച്ച് ആരംഭിച്ചത്. അതിൽ ഹൈസ്കൂൾ സ്ഥലത്ത് നിന്ന്, ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ അവിടെയാണുള്ളത്. അവിടെ ആവേശോജ്വലമാണ് കാഴ്ചകൾ. കാരണം ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, അവർക്ക് പിന്തുണയുമായി CPM-ന്റെ പ്രവർത്തകർ ഒപ്പമുണ്ട്. ചുവപ്പ് സേനയ്ക്കൊപ്പം അവരുടെ പ്രവർത്തകർ അനുഗമിക്കുകയാണ്. ഒപ്പം തന്നെ ചുവപ്പ് സേനയുടെ കൃത്യമായ പരിശീലനം പൂർത്തിയാക്കിയ കൃത്യമായ മാർച്ച്. യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തെയും പ്രതികരിച്ചുകൊണ്ട് ചിട്ടയായ പരിശീലനം പൂർത്തിയാക്കി 166 കമ്മിറ്റികൾ. അതിൽ ഓരോ ലോക്കൽ കമ്മിറ്റിക്കും 3 പ്ലട്ടൂൺ. ശരി ദ്രവൻ, ആ നിലയിൽ ചിട്ടയായ പരിശീലനമൊക്കെ പൂർത്തിയാക്കി ചുവപ്പ് സേനാ മാർച്ച് ചന്ദ്രബൻ സൂചിപ്പിച്ചതുപോലെ ഒരു ചുവപ്പ് നദി ഒഴുകി വരുന്നതാണ് നമ്മളിപ്പോൾ കൊല്ലം നഗരത്തിന്റെ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കൊല്ലത്തെ അക്ഷരാർത്ഥത്തിൽ അത് ചെങ്കടലാക്കുന്നുണ്ട്, ചെങ്കോട്ടയാക്കുന്നുണ്ട്, ചെമ്പട്ടണിയിക്കുന്നുണ്ട്. അത് ആവേശകരമായ കാഴ്ചയാണ്. വാസ്തവത്തിൽ CPIM-ന്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളത് എല്ലായ്പ്പോഴും ഒരു വികാരമാണ്. അത് ആ നിലയിൽ മനുഷ്യന്റെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. ആ വികാരങ്ങൾക്ക് കരുത്തേകുന്നതാണ് ഈ കാഴ്ചകൾ എന്നുള്ളതാണ്. ദ്രവൻ പറഞ്ഞോളൂ, ദ്രവൻ തുടരാം. തീർച്ചയായും അസിത, ആവേശം ഞാൻ നേരത്തെ അവിടെ നിന്ന് അസിത കാണുന്നതിനേക്കാൾ പൂർണ്ണമായ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ആവേശം അലതല്ലുന്ന കാഴ്ച നേരിട്ട് കാണാൻ കഴിയുന്നു. കനത്ത ചൂടുണ്ട് കൊല്ലം നഗരത്തിൽ. ഈ ചൂടിനിടയിലാണ് ഈ പാതയിലൂടെ ഒരു ചുവപ്പ് നദി ഒഴുകി വരികയാണ്. 2 കേന്ദ്രങ്ങളിൽ നിന്നും അതുപോലെയാണ്, സമാനമാണ് അനുഭവം. ഇരു പ്രദേശങ്ങളിലും ജനങ്ങൾ കാത്തിരുന്ന് ഈ ചുവപ്പ് സേനയുടെ മാർച്ചിന് ആവേശം വിതറി കാഴ്ചക്കാർ ഒത്തിരി പേരുണ്ട്. അതിൻ്റെ ആവേശം ഒട്ടും അണമുറിയാതെ ഈ കനത്ത ചൂടിലും അടിവച്ച് കൃത്യമായി പരേഡ് പൂർത്തിയാക്കി ചുവപ്പ് സേനയുടെ മാർച്ച് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ പാർട്ടി സഖാക്കളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെ റോഡിൻ്റെ ഒരു വശത്തുകൂടി ഈ പറഞ്ഞ ചുവപ്പ് സേനാ മാർച്ചിനെ അനുഗമിക്കുന്നുണ്ട്. നേരത്തെ അസിത പറഞ്ഞതുപോലെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ CPM-നെ പോലെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കേഡർമാർ എങ്ങനെയാണ് വളർന്നു വരുന്നത്, അവരെങ്ങനെയാണ് പാർട്ടി പ്രവർത്തകരുടെ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, എങ്ങനെയാണ് അവർ ഈ സഹന സമരത്തിനൊപ്പം അണിനിരന്ന് മുന്നോട്ട് പോകുന്നത്, അത് കൃത്യമായ പരിശീലനം, കൃത്യമായ പാർട്ടി കൂറ്,
പാർട്ടി അനുഭാവികൾ പോലും ഈ സമ്മേളനത്തെ ഏത് നിലയിലാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നതിൻ്റെ ദൃശ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം പട്ടണമാകെ നേരത്തെ അസിത് സൂചിപ്പിച്ചതാണ്, ഒരു ചെങ്കടലായി മാറിയിരിക്കുന്നു. നഗരത്തിൻ്റെ ഈ പാതയിലൂടെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ആശ്രാമം മൈതാനിയിലേക്ക് ഈ ചുവപ്പ് സേനയുടെ മാർച്ച് എത്തിച്ചേരുമ്പോൾ ഒരു ചുവപ്പ് നദി ഒഴുകി വരുന്നത് പോലെ കൃത്യമായ പരിശീലനം പൂർത്തിയാക്കി ഈ പരേഡ് അണിനിരന്ന് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം അസിത കാണുന്നത്. കൃത്യമായി സമ്മേളനം എന്ന് പറയുന്നത് ചർച്ചകൾ, സമ്മേളനത്തിൻ്റെ പ്രകടനം, സമ്മേളനത്തെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ട്, ഭാവി പരിപാടികൾ, തുടർന്ന് ഈ സംഘടനയെ നയിക്കാനുള്ള ഭാരവാഹികൾ, സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ എടുത്താണ് പിരിയുന്നത്. പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷയിലേക്ക് ഈ സമ്മേളനം ജനങ്ങൾ ഏതർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുന്നതിനുള്ള ദൃശ്യമാണ് ഇവിടെ ഈ കൊല്ലം നഗരത്തിൽ കാണുന്ന ഈ ചുവപ്പ് സേനയുടെ മാർച്ചിൽ നിന്ന് ദൃശ്യമാകുന്നത്. ആ മാർച്ചിൻ്റെ ആ ദൃശ്യങ്ങൾ ഈ നിമിഷം പ്രേക്ഷകർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ കാണിക്കുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചറിയാം അത്രയേറെ ആവേശത്തോടെയാണ് കൊല്ലം നഗരി മാറിയിരിക്കുന്നത്. അസിത, തീർച്ചയായും ദ്രവൻ, വലിയ ചൂടുണ്ട് കൊല്ലത്ത്. പക്ഷെ ആ ചൂടൊന്നും ഇവിടെ ഒരു ചൂടേയാകുന്നില്ല, അതൊന്നും ആർക്കും ഒരു പ്രശ്നമേ ആകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ വിപ്ലവാവേശം അതിനെയൊക്കെ ഈ ചൂടിനെയൊക്കെ നിശേഷം ഇല്ലാതാക്കുന്ന തരത്തിലാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ള വിപ്ലവാവേശം, വിപ്ലവത്തിൻ്റെ ചൂട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇതാ CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് വിളിച്ചോതി ചുവപ്പ് സേന മാർച്ച് കൊല്ലം നഗരത്തിലൂടെ, നഗരവീഥികളിലൂടെ ഇങ്ങനെ മുന്നേറുകയാണ്. വിവിധ ഘടകങ്ങളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വിവിധ മേഖലകളിലുള്ളവരെ കാണാം, സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരെ കാണാം. ഇവിടെ എല്ലാ വ്യത്യാസങ്ങളും, ഇവിടെ എല്ലാ വേർതിരിവുകളും ഇല്ലാതാകുകയാണ്. ഇവിടെ ഒറ്റ ഒരു വികാരം മാത്രമാണുള്ളത്, അത് മനുഷ്യൻ എന്ന വികാരമാണ്, ആത്യന്തികമായി സഖാവ് എന്ന വികാരമാണ്. ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ഇങ്ങനെ ഈ ചുവപ്പ് സേനാ മാർച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതെന്താണ് ജനങ്ങൾക്കിടയിൽ എന്നതിൻ്റെ ആവേശത്തെ, എന്നതിൻ്റെ കരുത്തിനെ, അതിനെ ഇങ്ങനെ കേളികൊട്ടായി വിളിച്ചറിയിക്കുകയാണ് ഈ നാടിനോട്. ഒന്നാകെ കേരളത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ ഇതാ കൊല്ലത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. എല്ലാ ആവേശവും കൊല്ലത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഈ മാർച്ചിനോടൊപ്പം നടക്കുന്ന ഓരോരുത്തരും, അത് ചെറിയ കുട്ടികളായിക്കോട്ടെ, ഏറ്റവും പ്രായമുള്ള ആളുകളായിക്കോട്ടെ, ഓരോരുത്തരും അവർ കൃത്യമായി ദിശാബോധത്തോടെ മുന്നോട്ട് പോകുകയാണ്. ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് അവർക്കറിയാവുന്നതാണ്. അവർ വർത്തമാനകാലത്തോട് കലഹിക്കുന്നുണ്ട്, ചരിത്രത്തോട് സംവദിക്കുന്നുണ്ട്, ഭാവിയെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഭാവിയെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും വലിയ ആവേശമായി കൊല്ലം നഗരത്തിലൂടെ ഇപ്പോൾ ഈ ചുവപ്പ് സേന മാർച്ച് അതിങ്ങനെ കടന്നു പോകുകയാണ്. ഇതാ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ബദലാണ് ഈ കുഞ്ഞുങ്ങൾ. അവർ നാളെയുടെ പ്രതീക്ഷകളാണ്. അവർ അണിഞ്ഞിരിക്കുന്ന ആ ചുവപ്പ് കുപ്പായം, ആ ചുവപ്പ് യൂണിഫോം, അതിൻ്റെ ഔന്നത്യം എത്രമാത്രമാണ് എന്നുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. അവർ നാളെ എന്ന തലമുറയെ, വരും തലമുറയെ ഇങ്ങനെ വാർത്തെടുക്കപ്പെടുന്നവരാണ്. അവരൊക്കെയും ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുകയാണ്. ഈ പ്രായത്തിൽ പോലും എത്രമാത്രം ആവേശത്തോടു കൂടി അവർ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അവരുടെ മുന്നോട്ട് പോക്കിനെ, അവരുടെ നാളുകളെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ഓർമ്മകളായി ഈ ചുവപ്പ് സേനാ മാർച്ചിൽ അവർ ഭാഗഭാക്കാകുന്നത് മാറുകയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ആവേശകരമായി ഓരോ കോണുകളിൽ നിന്നും, നാടിൻ്റെ ഓരോ കോണുകളിൽ നിന്നും ആളുകൾ, സഖാക്കൾ, പ്രിയപ്പെട്ട സഖാക്കൾ ഇതാ ഇങ്ങനെ ചുവപ്പ് സേനാ മാർച്ചിന്റെ ഭാഗമായി അവർ കൊല്ലം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കി ആ നഗരവീഥിയിലൂടെ മുന്നേറുകയാണ്, മുന്നോട്ട് പോകുകയാണ്.